നമസ്തേ, തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ നിയമപരമായ കുടിയേറ്റ സംവിധാനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഫെഡറൽ ഏജൻസിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് USCIS നല്ല ധാർമ്മിക സ്വഭാവമുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. സാധാരണയായി US ഗ്രീൻ കാർഡുകൾ കൈവശമുള്ള നിയമപരമായ കുടിയേറ്റക്കാർക്ക് അവരുടെ സാഹചര്യമനുസരിച്ച് 3-5 വർഷം രാജ്യത്ത് താമസിച്ച ശേഷം പൗരത്വത്തിന് അപേക്ഷിക്കാം. യോഗ്യത നേടുന്നതിന് അവർ ഇമിഗ്രേഷൻ നിയമത്തിലെ ദീർഘകാല ആവശ്യകതയായ നല്ല ധാർമ്മിക സ്വഭാവം കാണിക്കുകയും ഇംഗ്ലീഷ് പൗരശാസ്ത്ര പരീക്ഷകളിൽ വിജയിക്കുകയും വേണം. പതിറ്റാണ്ടുകളായി റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് ഭരണകൂടങ്ങൾക്ക് കീഴിൽ US ഇമിഗ്രേഷൻ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളോ അയോഗ്യരാക്കുന്ന പെരുമാറ്റമോ അപേക്ഷകർക്ക് ഇല്ലെങ്കിൽ നല്ല ധാർമ്മിക സ്വഭാവം എന്ന വിലയിരുത്തൽ പൊതുവെ തൃപ്തികരമാണ്. കൊലപാതകം, വഷളായ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ മുതൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ, പതിവ് മദ്യപാനി എന്നിവ അവരെ അയോഗ്യരാക്കപ്പെടുന്ന ഘടകങ്ങളായി ഉൾപ്പെടുന്നു. വെള്ളിയാഴ്ച പുറത്തിറക്കിയ നയ മെമ്മോറാണ്ടത്തിൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് USCIS നിർവഹിക്കേണ്ട ഏറ്റവും പവിത്രവും ആഴമേറിയതുമായ ഉത്തരവാദിത്തമാണ് പ്രകൃതിവൽക്കരണമെന്ന് വിളിക്കുന്നു. ഒരു സ്വാഭാവിക US പൗരനാവുക എന്നതിനർത്ഥം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം മാത്രമല്ല, സമൂഹത്തിലെ സജീവവും ഉത്തരവാദിത്വമുള്ളതുമായ അംഗമായിരിക്കുക എന്നതുകൂടിയാണ് എന്നത് കൂട്ടിച്ചേർക്കുന്നു. വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഈ നയം നല്ല ധാർമ്മിക സ്വഭാവം എന്ന വിലയിരുത്തലിനെ വിപുലീകരിക്കുന്നു. തെറ്റുകളുടെ അഭാവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു കർക്കശമായ യാന്ത്രിക അവലോകനത്തെക്കാൾ കൂടുതൽ ദൃഢനിശ്ചയം ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു. പകരം കുടിയേറ്റക്കാരുടെ പെരുമാറ്റം, സാമൂഹിക മാനദണ്ഡങ്ങൾ പാലിക്കൽ, നല്ല ധാർമ്മിക സ്വഭാവം, സ്ഥിരമായി പ്രകടമാക്കുന്ന പോസിറ്റീവ് സംഭാവനകൾ എന്നിവയുടെ സമഗ്രമായ വിലയിരുത്തലായിരിക്കണം അവലോകനം എന്ന് ഏജൻസി അതിന്റെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുന്നു. അപേക്ഷകരുടെ പോസിറ്റീവ് ഗുണങ്ങളും സംഭാവനകളും കൂടുതൽ ഊന്നൽ നൽകാനും കമ്മ്യൂണിറ്റി പങ്കാളിത്തം, കുടുംബ പരിചരണവും ബന്ധങ്ങളും, വിദ്യാഭ്യാസ നേട്ടം, സ്ഥിരവും നിയമാനുസൃതവുമായ തൊഴിൽ, US ചെലവഴിച്ച സമയ ദൈർഘ്യം, നികുതി അടയ്ക്കൽ എന്നിവ ആ ഘടകങ്ങളിൽ ചിലതാകാനും നിർദ്ദേശത്തിൽ ഉദ്യോഗസ്ഥരോട് പറയുന്നു. US ഇമിഗ്രേഷൻ നിയമത്തിൽ വിശദമാക്കിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കും അയോഗ്യതാ പെരുമാറ്റത്തിനും പുറമെ അപേക്ഷകർക്ക് നല്ല ധാർമ്മിക സ്വഭാവം ഇല്ലെന്ന് കാണിക്കുന്ന ഘടകങ്ങളെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ മെമ്മോ നിർബന്ധിക്കുന്നു. വിദേശികൾ താമസിക്കുന്ന അധികാരപരിധിയിലെ പൗരന്മാരുടെ ശരാശരി പെരുമാറ്റത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ, സാങ്കേതികമായി നിയമാനുസൃതമായ എന്നാൽ സമൂഹത്തിനുള്ളിലെ പൗര ഉത്തരവാദിത്തവുമായി പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ അശ്രദ്ധമായോ പതിവായോ ഉള്ള ഗതാഗത ലംഘനങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവിക്കൽ അല്ലെങ്കിൽ ആക്രമണാത്മക അഭ്യർത്ഥന എന്നിവയാണ് ആ ഘടകങ്ങളിലെ ചിലതെന്ന് നയം വ്യക്തമാക്കുന്നു. അവസാനമായി പുതിയ USCIS നയം തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെട്ട അപേക്ഷകർ പുനരധിവസിപ്പിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഘടകങ്ങൾ ഇവയെല്ലാം വിലയിരുത്താൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുന്നു. ഉദാഹരണത്തിന് പ്രൊബേഷൻ പാലിക്കൽ, കുടിശ്ശിക നികുതി അല്ലെങ്കിൽ കുട്ടികളുടെ പിന്തുണ അടയ്ക്കൽ, അവരുടെ സമൂഹത്തിൽ നിന്ന് പിന്തുണ കത്തുകൾ സ്വീകരിക്കൽ എന്നിവയാണ്. കഴിഞ്ഞ ദശകത്തിൽ US സർക്കാർ പ്രതിവർഷം 6 ലക്ഷം മുതൽ 1 ദശലക്ഷം വരെ കുടിയേറ്റക്കാരെ പൗരന്മാരായി സ്വാഭാവികമാക്കിയിട്ടുണ്ടെന്ന് USCIS കണക്കുകൾ വ്യക്തമാക്കുന്നു. US ഇമിഗ്രേഷൻ സംവിധാനത്തിൽ സമഗ്രത പുനഃസ്ഥാപിക്കുന്നതിന് പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ മറ്റൊരു ശ്രമമാണ് ഈ നിർദ്ദേശമെന്ന് CBS ന്യൂസിന് നൽകിയ പ്രസ്താവനയിൽ USCIS ചീഫ് വക്താവ് മാത്യു ട്രഗൈസർ പറഞ്ഞു. ബൈഡൻ ഭരണകാലത്ത് മുതിർന്ന USCIS ഉദ്യോഗസ്ഥനായിരുന്ന ഡഗ് റാൻഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നിയമപരമായ കുടിയേറ്റക്കാരെ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിൽ നിന്ന് ഭയപ്പെടുത്തുന്നതിനും അപേക്ഷകൾ നിരസിക്കുന്നതിന് കൂടുതൽ കാരണങ്ങൾ കണ്ടെത്തുന്നതിനും ഉദ്യോഗസ്ഥനെ നിർബന്ധിക്കുന്നതുമാണെന്ന് അഭിപ്രായപ്പെട്ടു. നല്ല ധാർമ്മിക സ്വഭാവത്തിന്റെ നിർവചനത്തെ അങ്ങേയറ്റം നിരുപദ്രവകരമായ പെരുമാറ്റം ഉൾക്കൊള്ളുന്ന തരത്തിൽ ക്രൂശിക്കുകയാണെന്നും US പൗരത്വം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഗതാഗത നിയമലംഘനങ്ങളെക്കുറിച്ചുള്ള നയത്തിലെ പരാമർശം ഉദ്ധരിച്ച് റാൻഡ് വ്യക്തമാക്കി. തെക്കൻ അതിർത്തിയിലേക്ക് ആയിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചും രാജ്യത്തിലുടനീളം കുടിയേറ്റ റെയ്ഡുകൾ വ്യാപിപ്പിച്ചും US നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ നാടുകടത്തുന്നത് വേഗത്തിലാക്കിയും ട്രംപ് ഭരണകൂടം അനധികൃത കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതേസമയം തന്നെ നിയമപരമായ കുടിയേറ്റം നിയന്ത്രിക്കാനും അവർ നീക്കം നടത്തിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം അഭയാർത്ഥി പ്രവേശനം ഏതാണ്ട് നിർത്തലാക്കുകയും കുടിയേറ്റക്കാർക്ക് നിയമപരമായി US പ്രവേശിക്കാൻ അനുവദിച്ചിരുന്ന ബൈഡൻ കാലഘട്ടത്തിലെ പരിപാടികൾ നിർത്തലാക്കുകയും ചില രാജ്യങ്ങൾക്ക് വിസ പരിമിതപ്പെടുത്തുകയും നിയമപരമായ കുടിയേറ്റ ആനുകൂല്യങ്ങൾക്കായി ആക്രമണാത്മകമായ പരിശോധനാ നടപടികൾ നടപ്പിലാക്കുകയും ചെയ്തു. നിയമപരമായി കുടിയേറ്റക്കാരുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ച പരിശോധനയും ചില അപേക്ഷകൾക്കായി കർശനമായ പരിശോധന ആവശ്യകതകളും ആ ശ്രമത്തിൽ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.